എന്താ പറയാ വ്യാജ ആരോപണങ്ങൾ പുരുഷന്മാരുടെ മുകളിൽ വരാതിരിക്കാനുള്ള ഒരു മൂവ്മെന്റിനെയാണ് രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അതിജീവിതക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. അത് രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, ശ്രീ ദിലീപേട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആയിക്കോട്ടെ. വല്ലാത്തൊരു വിധിയാണ്. എന്തൊരു വിധി ഇത് എന്ന് നമ്മൾ ചോദിച്ചു പോകാൻ. 11 കിലോ കുറഞ്ഞു. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. പാവം രാഹുൽജി ആണുങ്ങൾക്ക് വേണ്ടി പോരാടി. പക്ഷെ ഇപ്പോൾ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ. വല്ലാത്ത ഒരു അവസ്ഥയായി പോയി. എന്തായാലും കുറച്ചു ദിവസം കൂടി അകത്ത് തന്നെ കടക്കേണ്ടി വരും. ഏട്ടന് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ സ്വന്തം ഭാര്യ മാത്രമേ ഉള്ളൂ. അല്ല, പരാതിക്കാരിക്കെതിരെ അല്ല, പുരുഷന്മാർക്കൊപ്പം എന്ന് പറയുന്നതായിരിക്കും ശരി കാര്യം. വേണ്ടാത്ത പണിക്ക് പോയി ആർക്കൊക്കെ വേണ്ടി സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ ഒരാവശ്യത്തിന് ഏട്ടന് ആരുമില്ല. എന്ത് ക്രൂരമാണല്ലേ ഈ ലോകം. തിരിഞ്ഞു നോക്കിയില്ല. ആർക്കൊക്കെ വേണ്ടിയാണോ സംസാരിച്ചത് അവരൊക്കെ അവസാനം രക്ഷപ്പെട്ടു. എന്നാൽ അവർക്ക് വേണ്ടി സംസാരിച്ച് അകത്തായി പോയ അപൂർവ പ്രതിഭാസം അതാണ് രാഹുൽ ഈശ്വർ. നിർത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്ന നിർത്തില്ല. എല്ലാം ഏട്ടൻ തന്നെയാണ് വരുത്തിവെച്ചത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ ഒരു കുറ്റബോധവുമില്ല. കിഡ്നിക്ക് തകരാറുണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് താൻ ജയിലിലെ നിരാഹാരം അവസാനിപ്പിച്ചത്. അത് മാത്രമല്ല 11 കിലോയാണ് ഏട്ടൻ കുറഞ്ഞത്. എന്തൊക്കെയായാലും രാഹുൽ ഈശ്വറിനോട് ഈ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.